ഞാൻ നിരവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ മൊയ്തീൻകുട്ടി സാർ എൻ്റെ അടുത്ത് ചോദിക്കുകയത് എത്ര രാജ്യങ്ങളിൽ പോയി. ഞാൻ അത് എപ്പോഴും പറയാറില്ലാത്തൊരു കാര്യമാണെങ്കിലും ഏറ്റവും അവസാനം പോയ രാജ്യം കൂടി കൂട്ടുമ്പോൾ 152 രാജ്യമായി. പക്ഷേ ഇത്രയും ലോകരാജ്യങ്ങളിലൂടെ കഴിഞ്ഞ 30 വർഷമായിട്ട് സഞ്ചരിച്ചിട്ടും ഇന്ന് രാവിലെ കണ്ടതുപോലത്തെ ഒരു പരിപാടി ഞാൻ കണ്ടില്ല. പരിശീലനം സിദ്ധിച്ച നായകളുടെ പെർഫോമൻസും അവരെ നയിക്കുന്ന ആളുകൾ അവരെ പരിശീലിപ്പിക്കുന്ന രീതിയും തീർച്ചയായും അതൊരു ഗംഭീര അനുഭവമാണ്. ആ അനുഭവം ഇവിടെ സൃഷ്ടിച്ചത് 2 മഹാപ്രസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ്. ഒന്ന് നമ്മുടെ ഏറ്റവും പ്രൊഫഷണൽസായ പോലീസ് ടീമിനെ വാർത്തെടുക്കുന്ന ഈ അക്കാഡമിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. ഞാൻ ആദ്യം തന്നെ ഈ 2 വലിയ പ്രസ്ഥാനങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എന്നെ നമ്മുടെ രമേഷ് സാറ് ഒരു അതിഥിയായിട്ട് വരാൻ പറ്റുമോ എന്ന് വളരെ ആശങ്കപ്പെട്ട് തന്നെ വിളിച്ചെന്ന് എനിക്കറിയാം. വരാൻ സാധ്യതയില്ല എന്നുള്ള ധാരണയിൽ തന്നെ. കാരണം ഇവിടെ തന്നെ മറ്റേതോ ഒരു പരിപാടിക്ക് നേരത്തെ എന്നെ ക്ഷണിച്ചിരുന്നു, വരാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം ഒരു ഏകദേശം 1 മാസം മുമ്പ് സഫാരി ടി വിയിൽ വന്ന് നായ്ക്കളെ പരിശീലിപ്പിക്കുന്ന വിദ്യകൾ ഒക്കെ ഒരു അഭിമുഖ പരിപാടിയിലൂടെ പറഞ്ഞു. അദ്ദേഹം എൻ്റെ ക്ഷണം സ്വീകരിച്ച്, സഫാരിയുടെ ക്ഷണം സ്വീകരിച്ച് മരങ്ങാട്ടുപള്ളിയിലേക്ക് വന്ന സ്ഥിതിക്ക് അദ്ദേഹം എന്നെ ഇവിടേക്ക് ക്ഷണിക്കുമ്പോൾ വരാതിരിക്കുന്നത് ഒരു മര്യാദകേടാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്കൊരു ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇവിടേക്ക് വരുവിലാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും, നായ്ക്കളെ പരിശീലിപ്പിച്ച് ഞങ്ങൾ മയക്കുമരുന്ന് കണ്ടെത്തും, ഞങ്ങൾ കടാവർ കണ്ടെത്താനുള്ള പരിശീലനം കൊടുക്കും, കള്ളനെ പിടിക്കാനുള്ള പരിശീലനം കൊടുക്കും, മണം പിടിച്ച് പോകും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ബാച്ച്, ആദ്യത്തെ ബാച്ച് ഇത് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. ഈ സംഭവമൊക്കെ നേരാണോ എന്നറിയണം. 2, അതൊന്ന് ചിത്രീകരിക്കണം. ഇങ്ങനൊരു കാര്യം നടക്കുന്നുവെന്ന് ലോകത്തെ അറിയിക്കണം, നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണം. പലപ്പോഴും കേരളത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള അത്ഭുതങ്ങളെ മാത്രമേ നമ്മൾ പലപ്പോഴും അത്ഭുതങ്ങളായിട്ട് കാണാറുള്ളൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ, അതിനെ നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കേണ്ടത് ഒരു ദൗത്യം തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇതിനുവേണ്ടി അങ്ങ് മാറ്റിവെച്ചത്. ഞാൻ രാവിലെ തന്നെ ക്യാമറയുമായിട്ടാണ് വന്നത്, ഒരു ടീമുമായിട്ടാണ് വന്നത്. ആ നായ്ക്കളുടെ പരിശീലനത്തിൻ്റെ പരിപാടികൾ മാത്രമല്ല, ഈ പോലീസ് അക്കാദമി എന്ന ഈ ബൃഹത്തായൊരു പ്രസ്ഥാനം ഏറ്റവും ഭംഗിയായും പ്രൊഫഷണലായും നമ്മളുടെ അടുത്ത തലമുറ, വരും ജനറേഷൻ പോലീസ് ഓഫീസേഴ്സിനെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ പ്രസ്ഥാനം, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു ഫെസിലിറ്റികളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒന്നും അധികമാർക്കും അറിയില്ല. അപ്പോൾ ഇതെല്ലാം ചേർന്ന 1-2 എപ്പിസോഡുകളുള്ള ഒരു പരിപാടി, കേരള സ്റ്റോറി എന്നൊരു പരിപാടി കൂടി സഫാരി ചാനലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പലപ്പോഴും എന്നെ പല പരിപാടിക്ക്, ഞാൻ പോലീസ് അക്കാഡമിയിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, പോലീസ് ഓഫീസേഴ്സിൻ്റെയും പോലീസ് അസോസിയേഷൻ്റെയും ഒക്കെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പലപ്പോഴും അതിഥിയായിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. അവിടെ അടുത്തൊക്കെ വാഗമണ്ണിലും കോട്ടയത്തും ഒക്കെ നടക്കുന്ന പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോഴും പോലീസ് ഓഫീസേഴ്സ് തന്നെ, അല്ലെങ്കിൽ പോലീസുകാർ തന്നെ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. അത് അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള ഒരല്പം ആശങ്ക കൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. സാറേ, മറ്റ് രാജ്യങ്ങളിലൊക്കെ പോലീസ് എങ്ങനെയാണ്? നമ്മളെപ്പോലെയൊക്കെ തന്നെയാണോ? ആ ചോദ്യത്തിനകത്ത് ഒരു ചെറിയ അപകർഷതാബോധവും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പക്ഷേ അതിനെ പോസിറ്റീവായിട്ടാണ് കാണാറും പറയാറുമുള്ളത്. ഇവിടെ പോലീസുകാരായ, ഇപ്പം പരിശീലനം നേടിയ നായ്ക്കളുടെ പരിശീലനം, ഡോക്ടറൈനേഴ്സ്, അവരുടെ കാര്യത്തിലല്ല ഞാനീ പറയുന്നത്, അതിന് തൊട്ട് പുറകോട്ടിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പരിശീലനം നേടുന്ന കാലമാണ്.
ഞാൻ ലോകരാജ്യങ്ങളിലൂടെ ഈ 152 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ തീർച്ചയായും വഴിയിൽ, ഹൈവേകളിൽ, റോഡ് സൈഡുകളിൽ, പൊതുസ്ഥലങ്ങളിൽ, സ്ക്വയറുകളിൽ ഒക്കെ നിരവധി പോലീസുകാരെ കണ്ടുമുട്ടാറുണ്ട്. ചില രാജ്യങ്ങളിൽ പക്ഷേ ആ 10-12 ദിവസം യാത്ര ചെയ്തിട്ടും ഒരൊറ്റ പോലീസുകാരനെ കാണാത്ത രാജ്യങ്ങളുമുണ്ട്. പല വികസിത നാടുകളിലും നിങ്ങൾ ചെന്നാൽ പലപ്പോഴും ഒരു പോലീസുകാരനെ കണ്ടുകിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സിംഗപ്പൂരിലേക്ക് ചെന്നിരിക്കട്ടെ, എയർപോർട്ടിൽ വെച്ച് കുറച്ച് പോലീസുകാരെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അതും വളരെ അപൂർവമായിട്ട് വല്ലവരും കണ്ടെങ്കിലായി, ഈ സെക്യൂരിറ്റി പരിശോധന നടക്കുന്ന സ്ഥലത്തോ മറ്റോ. സിംഗപ്പൂർ എന്ന രാജ്യത്തേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ പോലീസുകാരനെ കണ്ടെന്ന് വരില്ല. അതുപോലെ പല രാജ്യങ്ങളുമുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ സാന്നിധ്യം അറിയില്ല. എന്നാൽ അവിടെ ഇപ്പോൾ ഈവൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ദുബായിൽ പോലും നമ്മൾ ചെല്ലുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല. എന്നാൽ ഒരു ചെറിയ കശപിശ അല്ലെങ്കിൽ ചെറിയൊരു അസ്വാരസ്യം, ചെറിയൊരു ശബ്ദം അവിടെ ഉണ്ടായിരുന്നിരിക്കട്ടെ, എവിടെ നിന്നാണെന്നറിയില്ല, ഒരു 3-4 പേരവിടെ ഹാജരായിട്ടുണ്ടാവും. എന്താണ് പ്രശ്നം എന്നന്വേഷിക്കും. ആ പ്രശ്നം അവിടെ ആളുകളെല്ലാം കൂടി അലമ്പാകുന്നതിന് പകരം വരാൻ പറയും. എവിടെയെങ്കിലും ഒതുങ്ങിയൊരു സ്ഥലത്തേക്ക് മാറും, കാര്യങ്ങൾ സംസാരിക്കും. ആ പ്രശ്നം അവിടെ തീരില്ലെങ്കിൽ അവരടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ പോലീസിനെ കാണാത്ത നാടുകൾ ധാരാളമുണ്ട്. പൊതുസ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഹൈവേകളിലുമൊക്കെ ധാരാളം പോലീസിനെ കാണും. പൊതുസ്ഥലം മീൻസ് ഹൈവേ പോലീസ്. അത് ഏറ്റവും വികസിത നാടുകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു 30 വയസ്സ് വരെ ജീവിച്ച് 18 വയസ്സിൽ ലൈസൻസ് എടുത്ത് ഈ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 35 വയസ്സ് വരെയുള്ള കാലത്ത് ഒരു നിയമവും അനുസരിക്കാതെ റോഡ് നിയമങ്ങളൊക്കെ പുല്ലുപോലെ പരിഗണിച്ച് ഇടതുവശത്തൂടെ വേണ്ടി വന്നാൽ ഓവർടേക്ക് ചെയ്ത് ഹെൽമെറ്റ് ഇല്ലാതെ വേണ്ടി വന്നാൽ ഓടിച്ച് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ, റോഡ് നിയമങ്ങളെല്ലാം അവഗണിക്കുന്ന ഒരാൾ നാളെ അമേരിക്കയിലേക്ക് കുടിയേറി എന്നിരിക്കട്ടെ, അയാൾക്ക് അവിടെ ചെന്ന് 1-2 മാസത്തിനകം അല്ലെങ്കിൽ ഏതാനും നാളുകൾക്കകം ലൈസൻസ് കിട്ടിയെന്നിരിക്കട്ടെ, അയാളെ കാണാൻ നിങ്ങളവിടെ ചെന്നാൽ അയാളുടെ കാറിൽ പിന്നെ നിങ്ങളൊരു ദിവസം സഞ്ചരിച്ചാൽ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നും. ഈ 32 വയസ്സ് വരെ കേരളത്തിൽ എൻ്റെ കൂടെ വണ്ടി ഓടിച്ച് ഇവൻ തന്നെയാണോ അമേരിക്ക വന്ന് വണ്ടി ഓടിക്കുന്നതെന്ന്. ആ മനുഷ്യനെ ആയിരിക്കില്ല. അപ്പോൾ ആൾ മാറുന്നതല്ല, നിയമവും സിസ്റ്റവും മാറുന്നുണ്ട്. അവിടെ സിസ്റ്റം മാറുമ്പോൾ അതിഗംഭീരമായൊരു മാറ്റമാണ്. ഞാൻ നിരവധി രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ ധാരാളം മലയാളികളെ പരിചയപ്പെടാറുണ്ട്. ഈ പരിചയപ്പെടുന്ന മലയാളികളുടെ ഒക്കെ കാറിൽ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, ഇവൻ ആ നാട്ടിൽ ചെന്നതോടുകൂടി മലയാളി അല്ലാതായി മാറി എന്നുള്ളതാണ്. അവൻ്റെ ഡ്രൈവിംഗ് സ്വഭാവം മാറിയിരിക്കുന്നു, പാർക്കിംഗ് സ്വഭാവം മാറിയിരിക്കുന്നു, എല്ലാം മാറിയിരിക്കുന്നു. വളരെ വളരെ കർശനമായ നിയമങ്ങൾ അവിടെയുണ്ട്. എന്നാൽ ഈ കർശനമായ നിയമങ്ങളെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത്, അതിനുവേണ്ടിയുള്ള ഒരു ഫോഴ്സ് പലയിടത്തും നമ്മൾ കാണില്ല. പക്ഷേ കർശനമായ ഒരു സംവിധാനം, മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഹൈവേയിൽ നിങ്ങൾ നിയമം തെറ്റിച്ചാൽ എവിടെ നിന്നാണെന്നറിയില്ല, സൈറൺ അടിച്ചൊരു വണ്ടി പുറകിൽ വന്നിരിക്കും. അത് പുറകിൽ നിന്ന് 2 തവണ ലൈറ്റ് തെളിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ സൈഡിലേക്ക് മാറ്റി നിർത്താനാണ്. നിങ്ങൾ സൈഡിലേക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, വണ്ടിക്കകത്തിരിക്കണം. വണ്ടിക്കകത്തിരുന്നാൽ പോരാ, വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ 2 കൈ കൊണ്ട് ബലമായി പിടിച്ചിരിക്കണം. എന്നിട്ട് ചില്ല് താത്തിയിട്ട് വേണം ഇരിക്കാൻ. ഓഫീസർ വരും, വന്നിട്ട് അതാണ് രസകരമായ കാര്യം, വന്ന് നിങ്ങൾ നിയമം തെറ്റിച്ചു, ഓവർടേക്ക് ചെയ്തു, തെറ്റായ വഴിയിലൂടെ ഓവർടേക്ക് ചെയ്തു, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി, ഇതൊക്കെ ആയിരിക്കാം പ്രശ്നം. അല്ലെങ്കിൽ വളരെ അപകടകരമായ രീതി വണ്ടി ഓടിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ ഓഫീസർ നമ്മുടെ വിൻഡോയുടെ സമീപത്ത് വരും, എന്നിട്ട് ഒന്ന് ചിരിക്കും, എന്നിട്ട് ചോദിക്കും, ഹൗ ആർ യു ടുഡേ, ഇന്നെങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇയാൾ പറയും, ഇന്ന് കൊള്ളാം, പക്ഷെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നകത്തിരിക്കുന്ന ആൾ പറയും, ഓക്കെ, ഇന്ന് മോശം ദിവസമാണെന്ന് എനിക്കും തോന്നുന്നു എന്ന് പറയും. ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ ഒരു വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ആദ്യത്തെ ഒരു 3 മിനിറ്റ് വളരെ സരസമായ, വളരെ ശാന്തമായ കുശലാന്വേഷണങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഇവർ പറയും, ഇങ്ങനൊരു വയലേഷൻ ഉള്ളതുകൊണ്ട് ഞാനൊരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അകത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ
വളരെ വിഷമിച്ചു തോന്നിരിക്കും. പക്ഷേ ഓഫീസർ പറയും, സോറി, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇതിന് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ചെയ്യാതെ പറ്റില്ല. അങ്ങനെ അവിടെ ചീത്ത വിളിക്കേണ്ടി വരുന്നില്ല, വഴക്കിടേണ്ടി വരുന്നില്ല, ഈ പേപ്പറും ഇതുമായിട്ട് വണ്ടിയരികെ നിർത്തിയിട്ട് പോലീസുകാരൻ്റെ വണ്ടിയിലേക്ക് പോകേണ്ടി വരുന്നില്ല. ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു, നിയമം കർശനമായി നടപ്പാകുന്നു. ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, ഇന്ത്യയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാനതിന് പറയാറുള്ളൊരു ഉത്തരവുണ്ട്, ഇതിലെ ഒരു ഭാഗം മാത്രം നന്നായതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. കാരണം ഈ വണ്ടിക്കകത്തിരിക്കുന്നയാൾക്കും ഇത്തരം ഒരു മര്യാദ വന്നു കഴിയുമ്പോൾ, ഓഫീസറുടെ ഭാഗത്ത് ഇത്രയും മര്യാദയ്ക്കുള്ളൊരു പ്രവർത്തനം വരുമ്പോൾ, അകത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിലാകുമ്പോൾ വേറൊരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ തിരിച്ചാക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും എനിക്ക് വളരെ രസകരമായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ വൈറ്റ് ഹൗസിൽ വെച്ച് എന്നെ പോലീസ് പിടിച്ചു. വൈറ്റ് ഹൗസ് നിങ്ങൾക്കറിയാം, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വീടാണ്. അത് കുറച്ച് സമയം അവിടെ ഷൂട്ട് ചെയ്യാൻ അവിടെ ഇറങ്ങി ഞാനൊരു ബസ്സിലാണ് പോയത്. അപ്പോൾ ആ ബസ് അധികം താമസിയാതെ പുറപ്പെടും, അവിടെ നടന്ന സ്ഥലത്തേക്ക് പോകും. അതിനിടയ്ക്കുള്ള സമയം കൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തീർക്കണം. അകത്ത് കയറിയിട്ടല്ല, പുറത്ത് നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നു. അതിൻ്റെ ചില കമ്പിവേലികളൊക്കെ ഉണ്ട്, അഴികളുണ്ട്, ഇതിനകത്തൂടെയൊക്കെ ക്യാമറയുടെ ലെൻസ് കടത്തി വെച്ച് ഷൂട്ട് ചെയ്ത് കുറച്ചങ്ങനെ നിൽക്കുമ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. എൻ്റെ കൂടെ നിന്നവരെല്ലാം അങ്ങ് പോയി. അപ്പോൾ ഞാനും ഷൂട്ട് ചെയ്ത് മടങ്ങുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു സൈക്കിൾ വന്നങ്ങ് നിന്നു. ആ സൈക്കിളിൽ കാല് കുത്തിയൊരു ആളിരിക്കുന്നു, ഒരു ടീഷർട്ടും ഒരു ഷോർട്സുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അയാൾ എൻ്റെ അങ്ങനെ കടന്നു പോകാൻ വന്നതായിരിക്കും, അവിടെ നിർത്തിയതാണ്. ഞാൻ തിരിച്ച് ഇപ്പുറത്തൂടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ മറ്റൊരു സൈക്കിൾ ഇവിടെ വന്നു നിന്നു. തിരിച്ചു പോകാമെന്ന് വിചാരിക്കും, മൂന്നാമത്തെ സൈക്കിൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ 3 സൈക്കിളിൻ്റെ കൂടെ നടുക്കായിപ്പോയി ഞാൻ. അത് കഴിഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പറഞ്ഞ ചോദ്യം തന്നെ, ഇന്നെങ്ങനെയുണ്ട്, വിശേഷം എന്തുണ്ട്? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തിരി തിരക്കില്ല, പോട്ടെ. നിൽക്ക്, ചോദിക്കട്ടെ, എന്താണ് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം? അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ഒരാൾ ഒരു ബാഡ്ജ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്പെഷ്യൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നിങ്ങൾ ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഈ സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചു, വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ 1.5 മണിക്കൂർ നേരം അവിടെ നിർത്തി എന്നെ ചോദ്യം ചെയ്ത്, അപ്പോഴത്തേക്കും എൻ്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അവർ തിരിച്ചു വരുന്നു എന്നെ കാണാഞ്ഞിട്ട്. അവരെ മാറ്റി നിർത്തി. അപ്പോൾ എന്നെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും ഇവർ വോക്കി ടോക്കി കൂടെ പലയിടത്ത് ചോദിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റിൽ നിന്ന് വിവരം എടുക്കുന്നുണ്ട്. ഒടുവിൽ ഞാൻ ഉപദ്രവകാരിയല്ല, വൈറ്റ് ഹൗസിൻ്റെ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തത് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ അവസാനം എന്നോട് പോകാൻ അനുവദിച്ചു. 1.5 മണിക്കൂർ നേരം എന്നെ ചോദ്യം ചെയ്തു പല രീതിയിൽ. അത് ഈ വൈറ്റ് ഹൗസിൻ്റെ മുമ്പ് വെച്ച് തന്നെയാണ്, സ്ക്വയറിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ സഫാരി ചാനൽ നടത്തുന്നുണ്ട്, സഫാരി ചാനൽ തുടങ്ങിയ കാലമാണ്. ഞാൻ ഒരു ട്രാവലോഗ് ചിത്രീകരിക്കാൻ വന്നയാളാണ്, എൻ്റെ പേരിന്നതാണ്, എൻ്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് എല്ലാം അവരെടുത്ത് പരിശോധിച്ച് കാണുന്നുണ്ട്. എല്ലാ ഷോട്ടുകളും അവർ കണ്ടുകൊണ്ടിരിക്കുക, ക്യാമറയ്ക്കകത്ത് പ്ലേ ചെയ്ത്. അതാണ് ഇത്രയും സമയം പോകുന്നത്. അതുകൂടാതെ അവരെ എമിഗ്രേഷൻ ഓഫീസിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ, ഇയാളെക്കുറിച്ചുള്ള വിസ, ഇയാളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ മാറി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ടെലിവിഷൻ ചാനലിൻ്റെ ആളാണെന്ന് പറഞ്ഞു, സഫാരി TV-യുടെ മാനേജിങ് ഡയറക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ പോലീസല്ല, ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, വൈറ്റ് ഹൗസിലേക്ക് മീഡിയയുടെ പല പരിപാടികളും വരാറുണ്ട്, മീഡിയ ഇവിടേക്ക് ക്ഷണിക്കാറുണ്ട്, പ്രസിഡന്റ് തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങളുണ്ട്. പക്ഷേ ലോകത്ത് ഇന്നേ വരെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെയും മാനേജിങ് ഡയറക്ടർ ക്യാമറയും തോളെ വെച്ച് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്കൊക്കെ ഇഷ്ടം പോലെ ക്യാമറമാന്മാരുണ്ട്, നിങ്ങൾക്ക് എന്ത് ക്യാമറമാനൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ തുടങ്ങിയൊരു ചാനലാണ്, അത് ട്രാവലോഗ് സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ആദ്യം തുടങ്ങിയത്. ആ പരിപാടി പ്രശസ്തമായതിനു ശേഷമാണ് ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രധാന പരിപാടിയായ സഞ്ചാരം ഇപ്പോഴും ഞാൻ തന്നെ തുടരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധനയെല്ലാം കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ചെയ്തെല്ലാം കഴിഞ്ഞ് എന്നെ വിടുകയാണ്. വിടുമ്പോൾ ഒരു പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്ന ഒരു ഓഫീസർ എന്നോട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, പോകാം, പക്ഷേ ഞങ്ങൾക്കൊരു സജഷനുണ്ട്. ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡുമായിട്ട് യാത്ര ചെയ്യണം. അതായത് വേർത്ത് കുളിച്ച്
ക്യാമറയും തോളെ വെച്ച് ഇങ്ങനെ നടന്ന് ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ മാനേജിങ് ഡയറക്ടർ ആണെന്ന് മാത്രം ആരോടും പറയരുത്. അത് ആളുകൾ വിശ്വസിക്കില്ല. അപ്പോൾ 1.5 മണിക്കൂർ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു തന്നിരിക്കുമെന്ന്. ഞാനും ചിന്തിച്ചു, അത് ശരിയാണല്ലോ. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന ഉടനെ തന്നെ ചെയ്ത പണി, അടുത്ത യാത്രയ്ക്ക് മുമ്പ് എൻ്റെ വിസിറ്റിംഗ് കാർഡ് മാറ്റി. ആ വിസിറ്റിംഗ് കാർഡിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര, സീനിയർ ക്യാമറാമാൻ, സഫാരി TV എന്നാണ്. ഇപ്പോൾ ആർക്കും സംശയമില്ല. ഇപ്പോഴും ഞാൻ ആ കാർഡുമായിട്ടാണ് ലോകയാത്രകൾ നടക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാനിതെടുത്ത് കൊടുക്കും. ഞാൻ സീനിയർ ക്യാമറാമാനാണ്, അതുകൊണ്ട് ഒരിടത്തും പ്രശ്നമില്ലാതെ പോകുന്നു. ഇങ്ങനെ പോലീസുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എൻ്റെ സഞ്ചാരത്തിൻ്റെ ആദ്യകാലം മുതലുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശരിയായ ആവശ്യത്തിന് വന്നതാണെന്ന് അറിയുമ്പോൾ വിട്ടിട്ടുമുണ്ട്. പിന്നെ സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം, ലോകത്തിൽ ഈ പറഞ്ഞ വഴിയരികിലെ പോലീസുണ്ട്, ഹൈവേ നോക്കുന്ന പോലീസുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയും, കേരളത്തിലെ പോലീസ് ഏറ്റവും ലോകത്തിലെ മിടുക്കന്മാരായ പോലീസുകാർ തന്നെയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ പോയി, പെർത്തിൽ. ധാരാളം മലയാളികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പെർത്തിലും ഓസ്ട്രേലിയയുടെ പല നഗരങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ വെച്ച് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയും. വണ്ടിയിൽ ദീർഘയാത്രകളാണ്, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള യാത്രകൾ. അപ്പോൾ ഇവിടുത്തെ നാട്ടിലെ രീതികൾ എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ധാരാളം മോഷണം നടക്കുന്നൊരു സ്ഥലമാണ് ഓസ്ട്രേലിയ. ഈ മോഷണം നടക്കുന്ന ഓസ്ട്രേലിയയിൽ ഒരു മോഷണം നടന്നു കഴിഞ്ഞ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അവരൊന്ന് ചിരിക്കും. എന്നിട്ട് ചോദിക്കും, ഇൻഷുറൻസ് ഇല്ലേ? ആ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് പകരം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകൂ. ആ കേസിൽ മിക്കവാറും കേസുകളിൽ പ്രതി പിടിക്കപ്പെടാറില്ല എന്നാണ് ഈ മലയാളി സമൂഹത്തിൻ്റെ അഭിപ്രായം. അവിടെ വെച്ച് അവർ കേരളത്തിലെ പോലീസിനെ സ്തുതിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവർ കേരളത്തിൽ വന്നാൽ അത് ചെയ്യുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷേ ആ നാട്ടിൽ വെച്ച്, അവിടെ വെച്ച് ഇവർ പറയുന്ന ഇതാണ്, നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കണം, ഒരു മോഷണം നടന്നാൽ 3-ാം ദിവസം ആളെ പൊക്കില്ലേ. ഇതങ്ങനെയൊന്നുമില്ല. ഇത് ഇൻഷുറൻസ് ഉള്ള, അതുകൊണ്ട് തന്നെ സ്വർണം മേടിച്ചാൽ, സ്വർണ്ണക്കടയിൽ പോയി സ്വർണം മേടിച്ചാൽ അവരാദ്യം ചെയ്യുന്ന പണി ആ സ്വർണ്ണക്കടയിൽ വെച്ച് തന്നെ ആ സ്വർണത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ സ്വർണം മോഷണം പോയാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ആ പരാതിയുടെ FIRൻ്റെ ഒരു കോപ്പിയും ആയിട്ട് ഇൻഷുറൻസ് കമ്പനി ചെന്നാൽ ആ പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല, പോലീസിന് സുഖം, സ്വർണം കിട്ടുന്നവൻ അതിലേറെ സുഖം. അപ്പോൾ അത് കൂടുതൽ അവിടുത്തെ അബോർജിൻ ഗോത്രത്തിൽപ്പെട്ടവരൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങളും കഥകളും എൻ്റെ യാത്രയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് പരിശീലനം പൂർത്തിയാക്കുന്നവരോട് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും നന്ദിയുള്ള വിഭാഗം ആളുകളുമായിട്ടാണ്, ഏറ്റവും സ്നേഹമുള്ള വിഭാഗം ആളുകളുമായിട്ടാണ്. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം ഒരു കാര്യം ഇത്രയേറെ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കതയോടെ ചെയ്യുന്ന ഒരു ജീവി ഈ ഭൂമിയിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. മനുഷ്യനോട് ഇത്രയേറെ കമ്മിറ്റ്മെൻറ്റോടുകൂടി പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീഡിയോസ് കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും. ആ നായ്ക്കളുടെ സ്നേഹം, ആ യജമാനോടുള്ള കൂറ്, ആ യജമാനോട് മാത്രമുള്ള കൂറ്. ഞാൻ ഈയിടെ ജപ്പാനിൽ പോയി, ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഒരു നായയുടെ കഥ. യജമാനനെ കാത്ത്, യെസ്, ആ സിനിമയൊന്ന് കാണണം. ആ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒരു നായ. എനിക്കുണ്ടായിരുന്ന ഒരു നായ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അവനൊരു ദിവസം മരിച്ചുപോയി. ഏതാണ്ടൊരു 2-3 മാസം ഞാൻ ആകപ്പാടെ പ്രശ്നത്തിലായിരുന്നു. പിന്നീട് ഞാൻ നായയെ വളർത്തണ്ടാന്ന് തീരുമാനിച്ചു. കാരണം ഈ ഇതുപോലത്തെ ഒരു വിയോഗം നമുക്ക് നേരിടാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ പിന്നീട് എൻ്റെ വീട്ടിലൊരു നായ ഇപ്പോഴുണ്ട്. അതെൻ്റെ അനുജൻ വാങ്ങിച്ചതാണ്. അവൾക്കിപ്പോൾ ഒരു 8 വയസ്സ് കഴിഞ്ഞു. പിങ്കി എന്നാണ് പേര്. അവൾക്ക് വലിയ സ്നേഹമാണ്. ഞങ്ങൾ വണ്ടിയായിട്ട് ചെന്നാൽ കൂട്ടിക്കിടന്ന് തകർത്ത് മറിയും. പിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവളുടെ അഭ്യാസങ്ങളാണ് കുറേ നേരം. അപ്പോൾ നിങ്ങൾ ഒരു തൊഴിലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാര്യത്തിലും പാഷനേറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾ പാഷനേറ്റ് അല്ലെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ആ പാർട്ട്ണർ പാഷനേറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വലിയ വിജയങ്ങൾ നേടാനുള്ള ആളുകളാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കൂടെ കിട്ടിയിരിക്കുന്ന ആ ജീവി
ലോകത്തിലെ ഏറ്റവും ആത്മാർത്ഥതയും സ്നേഹമുള്ളൊരു ജീവിയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പുറകിലത്തെ ലൈനിൽ മുതൽ അങ്ങോട്ടിരിക്കുന്ന ആളുകളുടെ കൂടെ പണിയെടുക്കുന്നവർ അത്ര ആത്മാർത്ഥമുള്ളവരാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. താങ്ക് യു.